പ്രിയപ്പെട്ടവരെ, 2 ദിവസമായിട്ട് കേരളത്തിലാകെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം സ്കൂളിലെ ഒരു പ്രധാന അധ്യാപികയെ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ സ്കൂളിനകത്ത് കയറ്റാതിരിക്കുകയും അവരവിടെ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്നത്, പോലീസ് വരികയും ഒക്കെ ചെയ്യുന്നതായ സംഭവങ്ങൾ നമ്മൾ 2 ദിവസം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് അവർ ചുരിദാർ ധരിച്ചു വന്നു, പ്രധാന അധ്യാപിക ചുരിദാർ ധരിച്ചു വന്നു എന്നതാണ് അവരുടെ കുറ്റം. അതുകൊണ്ട് അവരെ അവിടുത്തെ സെക്യൂരിറ്റി സ്കൂളിൽ കയറ്റത്തില്ല, മാനേജറുടെ നിർദ്ദേശപ്രകാരം സ്കൂളിൽ കയറ്റാതിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു സംഘർഷാവസ്ഥയ്ക്ക് കാരണം. ഈ അവസ്ഥയിൽ നമ്മുടെ കേരള സമൂഹത്തിലെ ഈ സ്ത്രീകളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട്, അതിനകത്ത് പുരുഷൻ്റെ ഇടപെടലുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തിരി കാര്യം സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതായത് പരമ്പരാഗതമായിട്ട് നമ്മുടെ പുരുഷന്മാർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച്, അവർ പറയുന്നതനുസരിച്ച് ഉള്ള വസ്ത്രങ്ങൾ മാത്രമേ സ്ത്രീകൾ ധരിക്കാവൂ എന്നൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. അവരുടെ വസ്ത്രം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ധരിക്കാം, പക്ഷേ സ്ത്രീകളുടെ വസ്ത്രം അവരുടെ ഇഷ്ടമനുസരിച്ച് ധരിച്ചുകൂടാ. അത് പുരുഷൻ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച് പറയുന്നതനുസരിച്ച് മാത്രമേ സ്ത്രീകൾ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് അവരുടെ തിട്ടൂരം. ഇതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റുള്ളതായിട്ട് അവർക്കോ ഒരു വിഭാഗം സ്ത്രീകൾക്കോ ഒന്നും തോന്നാറുമില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിനു മുമ്പായിട്ട് ആ വീഡിയോയുടെ ഒരു സ്വല്പ ഭാഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്കായിരുന്നു ദുരനുഭവം. ഇന്നലെ രാവിലെ സ്കൂളിലെത്തിയ HM സിന്ധുവിനെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഗേറ്റ് പൂട്ടി തടഞ്ഞു. ചുരിദാർ ഇട്ട് വന്നാൽ അധ്യാപികയെ അകത്തേക്ക് കയറ്റിവിടേണ്ട എന്നാണ് മാനേജറുടെ നിർദ്ദേശമെന്നായിരുന്നു മറുപടി. അധ്യാപിക കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെയാണ് പോലീസ് എത്തി സ്കൂളിൽ പ്രവേശിപ്പിച്ചത്. മാനേജർക്ക് അധികാരധാർഷ്ട്യമാണെന്നും നേരിട്ട മാനഹാനിക്ക് നടപടി ഉണ്ടാകണമെന്നും HM ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ എന്നോട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിനു മുമ്പും ഇതുപോലെ എന്നെ സെക്യൂരിറ്റി ജീവനക്കാരന് ഗേറ്റ് എൻ്റെ മുമ്പിൽ എന്നെ തടഞ്ഞു നിർത്തിയായിരുന്നു. സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. നമ്മുടെ ഒരു രീതിയും സംസ്കാരവും ഒക്കെ തന്നെ കേരളത്തിനുണ്ട്. അതൊന്നും വസ്ത്രത്തിന്റെ പേരിലോ ആഹാരത്തിന്റെ പേരിലോ ഒന്നും തടയപ്പെടാൻ പാടില്ല എന്നുള്ള നിലയിലുള്ള നിലപാടാണല്ലോ നമ്മുടെ നിലപാടെന്ന് പറയുന്നത്. വിഷയത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അടിയന്തര റിപ്പോർട്ട് നൽകാൻ കൊട്ടാരക്കര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. അധ്യാപികയുടെ പരാതിയിൽ കൊട്ടാരക്കര പോലീസ് സെക്യൂരിറ്റി ജീവനക്കാരനായ ശശാങ്കനെതിരെ കേസെടുത്തു. എന്നാൽ ആരോപണ വിധേയനായ മാനേജർ സുരേഷ് കുമാറിന്റെ പേര് പോലും FIR-ൽ ഇല്ല. HMനെ ചുരിദാറിന്റെ പേരിൽ തടയാൻ പറഞ്ഞിട്ടില്ലെന്നായിരുന്നു മാനേജറുടെ വിശദീകരണം. സെക്യൂരിറ്റി ജീവനക്കാരനെ സ്കൂളിൽ നിന്നും പുറത്താക്കി. ഇനി ഞാൻ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ, ഞാൻ വളരെ ചെറുപ്പം മുതൽ ഈ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഒരുപാട് വിവേചനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ചില വിവേചനങ്ങൾ സ്വന്തം വീട്ടിലുള്ള പുരുഷന്മാരെ കൊണ്ടും അല്ലാതെ പുറത്തുള്ള സ്ത്രീകളെ കൊണ്ടും, പുറത്തുള്ള പുരുഷന്മാർ അത്ര വേഗം ഡയറക്റ്റ് നമ്മളോട് കയറി ഒന്നും സംസാരിക്കത്തില്ല, പക്ഷേ അവിടെ സ്ത്രീകളായിരിക്കും സംസാരിക്കുന്നത്. വീടിനകത്ത് കൂടുതലും പുരുഷന്മാരായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ അനുഭവം പറയുകയാണെങ്കിൽ, എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ അനുഭവം ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്താണ്. അതായത് അക്കാലത്ത് സാധാരണ ഫുൾ പാവാട, മുകളിൽ ഞുറിവുകളുള്ള ഫുൾ സ്കേർട്ട് ആണ് സാധാരണയായിട്ട് എല്ലാവരും ഇടുന്നത്, പെൺകുട്ടികൾ ഇടുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുകളിൽ ഞുറിവില്ലാതെ മാക്സി ടൈപ്പ് എന്ന് പറയും, മാക്സി ടൈപ്പ് പാവാട ആൾക്കാർ, ഒരു പെൺകുട്ടി എൻ്റെ ക്ലാസ്സിലെ ഇട്ടുകൊണ്ട് ആദ്യമായിട്ട് വരുന്നു. അപ്പം അതിന് മുകളിൽ ഞുറിവില്ല, പക്ഷെ അത് കാണാൻ നല്ല രസമാണ്. താഴ്വശത്ത് നല്ല വിരിവൊക്കെ ഉള്ളതുകൊണ്ട് അതിട്ട് നടക്കുമ്പോൾ കാണാനൊരു പ്രത്യേക രസമൊക്കെയാണ്. അതിൽ ആ ചെറിയ പ്രായത്തിൽ 10-16 വയസ്സുള്ള പ്രായമാണ്. ആ പ്രായത്തിൽ എല്ലാവരും വളരെ നല്ല ഫോറിൻ തുണിക്കകത്ത്
ഞങ്ങളുടെ കൂട്ടുകാരി ഇട്ടുകൊണ്ട് വന്ന ആ പാവാട എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നീട് എനിക്ക് വീട്ടിലിരുന്ന് ഒരു തുണി തയ്ക്കാൻ ഇരിപ്പുണ്ടായിരുന്നു. ആ തുണി എടുത്ത് തയ്ക്കുമ്പം ഈ ടൈപ്പിലൊരു മാക്സി പാവാടയായിട്ടാണ് ഞാൻ തയ്ച്ചത്. ആ പാവാട ഇട്ടുകൊണ്ട് വലിയ ഇഷ്ടത്തോടെ വലിയ താല്പര്യത്തോടു കൂടിയാണ് ആ പാവാട അന്ന് തയ്ച്ച് വലിയ ആഗ്രഹത്തോടു കൂടി ഞാൻ ഇട്ടുകൊണ്ട് പോകുമ്പം എൻ്റെ ഒരു അമ്മാവൻ അത് കാണുകയും അവിടെ വച്ച് തന്നെ എന്നോട് ദേഷ്യപ്പെടുകയും തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് ആ പാവാട ഉരിഞ്ഞു വാങ്ങിച്ച് അത് രണ്ടായിട്ട് വലിച്ചു കീറിക്കളയുകയും ചെയ്ത ഒരു അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ കനം കുറഞ്ഞിട്ടൊരു പെൺകുട്ടിയായിരുന്നു. യാതൊരു വൃത്തികേടുമില്ല. അതിട്ട് കഴിയുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാനും മനസ്സുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ആ വസ്ത്രം തയ്പ്പിച്ചെടുത്തത്. പക്ഷേ നമ്മളവിടെ ആ വസ്ത്രം അമ്മാവൻ വലിച്ചു കീറി കളയുകയുണ്ടായി. പക്ഷേ അന്നതെന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അതിൻ്റെ രാഷ്ട്രീയമൊന്നും മനസ്സിലാക്കാനുള്ള പ്രാപ്തിയൊന്നും ആ ചെറിയ പ്രായത്തിൽ എനിക്കുണ്ടായിരുന്നില്ല. വലിയ വേദനയുണ്ടായി, വലിയ വിഷമമുണ്ടായി മനസ്സിൽ. അങ്ങനെ അതങ്ങ് കഴിഞ്ഞു പോയി. പിന്നീട് രണ്ടാമതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ നിന്ന് അടുത്ത പഠനത്തിന് വേണ്ടി ചേർന്ന സമയത്താണ് ഈ നൈറ്റി ആൾക്കാർ വീട്ടിലുപയോഗിക്കാൻ തുടങ്ങുന്നത്. ആ കാലഘട്ടത്തിലാണ്. അപ്പം ഞാൻ ഒരു നൈറ്റി വാങ്ങി അതിട്ടുകൊണ്ട് വരുമ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ളവർക്കൊക്കെ പലർക്കും അതിനെപ്പറ്റി ഇതെന്തോ ഇട്ടേക്കുന്നത് വള്ളിലച്ചൻ്റെ ലോഹ പോലെ എന്നൊക്കെയുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിലൊരു തമാശ മട്ടിലൊക്കെ അത് പറഞ്ഞു. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്തില്ല. അതിനുശേഷം എൻ്റെ വിവാഹം നടന്നു. വിവാഹത്തിന് ശേഷം എനിക്കിഷ്ടപ്പെട്ട ഒരു നൈറ്റി, ശരീരത്തിൻ്റെ നഗ്നതയൊന്നും കാണുന്നതല്ല, വളരെ ഡീസൻ്റായിട്ട് തന്നെ ഒരു നൈറ്റി, ഒരു സാരി വെട്ടി ഞാൻ തയ്ച്ചിടുകയുണ്ടായി. എൻ്റെ ഒരു ഇഷ്ടം, എനിക്കിഷ്ടപ്പെട്ട ഒരു സാരി അത് വെട്ടിയിട്ട് അതിന് മോഡലാക്കിയിട്ട് എനിക്ക് ചെറുതായിട്ട് തയ്യലറിയാം. അപ്പം ഞാനതൊരു നൈറ്റി ആക്കി തയ്ച്ചിട്ടു. ഞാൻ ആ നൈറ്റി ആക്കി തയ്ച്ചിട്ടുകൊണ്ട് മുറ്റത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പം മുറ്റത്തിൻ്റെ സൈഡിൽ റോഡ് പോകുന്നുണ്ട്. ചെറിയ വഴി റോഡാണ്, ബസ്സൊന്നും പോകുന്നതല്ല. ചെറിയ ആൾക്കാർ സ്കൂട്ടറൊക്കെ പോകത്തക്ക വലിപ്പത്തിലുള്ള ഒരു വഴിയാണ്. അതിൻ്റെ സൈഡിലായിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. പുറകിൽ നിന്നുകൊണ്ട് ആരോ ഒരു ബലപ്രയോഗം തോന്നി. നോക്കുമ്പോൾ എൻ്റെ നൈറ്റി മേളിൽ നിന്ന് താഴെ വരെ വലിച്ചു കീറുകയാണ്. ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട്, വലിയ തയ്യക്കാരിയൊന്നുമല്ല, എന്നാലും അത്യാവശ്യം തയ്ക്കുമെന്നുള്ളതേ ഉള്ളൂ, വലിയ സന്തോഷത്തോടു കൂടി തയ്ച്ചിട്ടതാണ്. ആ നൈറ്റി നേരെ മേളിൽ നിന്ന് താഴേക്ക് പുറകുവശം വലിച്ചു കീറി അങ്ങോട്ട്. അതും ഒരു അണധികാര പ്രയോഗമാണെന്നുള്ളത് എനിക്ക് പക്ഷേ അന്നൊന്നും അതിനെ ഒരു വ്യക്തതയോട് ചെറുക്കാനോ എതിർക്കാനോ ഉള്ള ഒരു പ്രാപ്തി ഇല്ലെങ്കിൽ പോലും അതും ഒരു കടന്നുകയറ്റം, ഒരാളുടെ ഇഷ്ടത്തിലേക്ക്, അവരുടെ താല്പര്യത്തിലേക്ക്, അവരുടെ സന്തോഷത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമായിട്ട് ഫീൽ ചെയ്തതിനാൽ അന്നും എനിക്ക് വേദന വലിയ രീതിയിലുണ്ടായി. സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് ഉള്ള കടന്നുകയറ്റങ്ങൾ ഇപ്പം എനിക്ക് നല്ല ബോധ്യമുണ്ട്. അന്ന് അതിനെപ്പറ്റിയൊന്നും അത്ര ബോധ്യമില്ലാത്തതിനാൽ അന്ന് നല്ല സങ്കടമുണ്ടായി. ഞാൻ കരയുകയൊക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ അകത്ത് പോയി അത് എടുത്ത് കളഞ്ഞേച്ച് വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടു. അങ്ങനെ അത് കഴിഞ്ഞു പോയി. അടുത്തതായിട്ട് പറയാനുള്ളത്, സാരി മാറി ചുരിദാറിലേക്ക് വരുന്നത്. അപ്പോൾ ആ പഠിക്കുന്ന കാലത്ത് വിവാഹമൊക്കെ കഴിഞ്ഞ് ആ സമയത്തൊക്കെ പുറത്തോട്ടൊക്കെ പോകാൻ എപ്പോഴും സാരി മാത്രമേ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഉടുക്കാൻ പറ്റത്തുള്ളൂ. ചുരിദാറോ മറ്റു വസ്ത്രങ്ങളോ ഒക്കെ ഇടുന്നത് നമ്മുടെ കുലസ്ത്രീ പട്ടത്തിന് കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ അതിനെ വിമർശിക്കാൻ ഒരുപാട് ആളുകളുള്ളത് കൊണ്ട് ഞാനന്ന് സാരിയാണ് മാത്രമാണ് ഉടുത്തോണ്ട് പുറത്തോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ 2 മക്കളുണ്ടാകുന്നു. അതിനുശേഷം ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് ഭർത്താവിനോടൊപ്പം പോകുന്നു. അവിടെ കുറേ നാൾ താമസിക്കുന്നു. ആ താമസിക്കുന്ന കാലഘട്ടത്തിൽ നോർത്ത് ഇന്ത്യൻസ് എല്ലാം ചുരിദാറാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചുരിദാർ ഉപയോഗിക്കുന്നതിൻ്റെ അവരുടെ ആ കൺവീനിയൻസും ഒക്കെ കണ്ടിട്ട് ഒരു ചുരിദാർ ഇടാൻ എനിക്കൊരു മോഹം ഉണ്ടാകുകയും ഈ കുട്ടികളെയും കൊണ്ട് സാരി ഉടുത്തുകൊണ്ട് ബസ്സിലും ഒക്കെ കയറാനും ഇറങ്ങാനും പെട്ടെന്ന് ഡ്രസ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ ബുദ്ധിമുട്ട്, കഴുകി ഉണങ്ങൽ, പിന്നെ ബ്ലൗസ് തയ്പ്പിക്കൽ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഓർത്തിട്ട് ഞാൻ 2 ചുരിദാറിനുള്ള തുണിയെടുത്ത്
വീട്ടിലിടാൻ അല്ലെങ്കിൽ അടുത്തൊക്കെ ഇറങ്ങാമെന്നുള്ള തൽക്കാലം പ്രതീക്ഷിച്ചോളൂ. അങ്ങനെ 2 ചുരിദാർ തയ്ച്ചു. അത് തയ്ച്ചിട്ടുണ്ട്. പിന്നെ പുറത്തോട്ടൊക്കെ നമ്മുടെ അന്നും അവിടെ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ അതിട്ടുണ്ട്. ഞങ്ങൾ ഫാമിലി ഒന്നിച്ച് എല്ലാവരും കൂടെ പോകുമ്പോഴൊക്കെ അതിട്ടുകൊണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് നല്ല കൺവീനിയൻസ് ആണെന്ന്, സാരികളൊക്കെ ഒരുപാട് കൺവീനിയൻസ് ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം സാരി എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ്റനൻസ് തന്നെ നല്ല പാടാണ്. അതിൻ്റെ ബ്ലൗസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് ഇറുക്കി ഇടുന്നത് കാരണം നമുക്കൊരു അസ്വസ്ഥത എപ്പോഴും ശരീരത്തിനുണ്ട്. മൂന്നാമതായിട്ട് ഇതിനകത്ത് കുറേ സെറ്റിപ്പനി, സാരിക്കകത്ത് കുറേ സെറ്റിപ്പനി അവിടെ ഇവിടെ എല്ലാം കുത്തിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ഇൻകൺവീനിയൻസുകളുണ്ട്. പിന്നെ ഞുറിവെടുക്കുന്ന തുണി എല്ലാം അകത്തോട്ട് തള്ളി വെച്ചിട്ട് എപ്പോഴും ആ വയറു ഭാഗം കുറച്ച് വീർത്ത് ഇരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ തട്ടി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ബസ്സിലൊക്കെ കയറുമ്പോഴാണെങ്കിലും ആരെങ്കിലും പുറകിൽ നിന്ന് ചവിട്ടിയാൽ വീണു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ എല്ലാ തരത്തിലും ഒന്നോ രണ്ടോ അല്ല, ഒന്നോ രണ്ടോ അടിപ്പാവാടയൊക്കെ ഇടുന്നത് വലിഞ്ഞ് മുറുക്കി നല്ലപോലെ മുറുക്കിയില്ലെന്ന് വരിയിൽ സാരി കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. അതുകൊണ്ട് വലിഞ്ഞ് മുറുക്കി അതിൻ്റെ അസ്വസ്ഥതയുണ്ട്. അത് രാപകൽ സാരി എടുത്തുകൊണ്ടിരിക്കുമ്പോഴേറെ ഉള്ളൂ. അതൊക്കെ ഒരു പക്ഷേ അത് ശീലമാകുന്നവരത് തിരിച്ചറിയുന്നില്ലായിരിക്കാം. പക്ഷേ വേറൊരു വസ്ത്രം ധരിച്ച് അതിൻ്റെ ആ കൺവീനിയൻസ് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഈ സാരി ഉടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. അങ്ങനെ സാരി ഇടയ്ക്കിടെ സാരി ഉടുക്കുകയും ഇങ്ങനെ ഈ മാർക്കറ്റ് പ്ലേസിലേക്കൊക്കെ പോകുമ്പോഴും വീട്ടിലുമൊക്കെ ചുരിദാറിട്ട് ശീലം ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ യാത്രയിൽ ട്രെയിനിൽ യാത്രയ്ക്കൊക്കെ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ നമുക്ക് സൗകര്യപ്രദമാണ്. ട്രെയിൻ യാത്രയ്ക്കൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് വളരെ സൗകര്യപ്രദമാണ് ചുരിദാറിട്ടുണ്ട്. ചിലപ്പം നമുക്ക് നടുക്കത്തെ ബർത്തായിരിക്കും, ചിലപ്പോൾ മുകളിലത്തെ ബർത്തായിരിക്കും കിട്ടുന്നത്. നമുക്കൊന്ന് കയറി കിടക്കുകയൊക്കെ ചെയ്യണമെന്ന രീതിയിലൊക്കെ വളരെ കൺവീനിയൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ചുരിദാർ ഞാൻ യാത്രകളിലൊക്കെ ചുരിദാർ തന്നെ ഉപയോഗിക്കുന്ന ശീലത്തിലേക്ക് മാറുകയുണ്ടായി. പക്ഷേ അപ്പോഴും ഷാള് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ഷാളെന്ന് പറയുന്ന സാധനം എപ്പോഴും ഒഴുകി താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. അതെവിടെയെങ്കിലുമൊക്കെ വലിഞ്ഞ് കൊണ്ടുവന്നിരിക്കും. അത് നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ് ഈ സാരിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ. പക്ഷേ എന്നാലും അക്കാലത്തൊന്നും ഈ ഷാൾ ഇടാതെ ചുരിദാർ ഇടുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് ആ ഷാളിട്ട് തന്നെയാണ് അങ്ങനെ ചുരിദാർ ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ എന്നിട്ട് നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഈ ചുരിദാർ ഇട്ടുകൊണ്ട് ഫങ്ഷനോ അല്ലെങ്കിൽ പുറത്തോട്ട് യാത്രയിലോ ഒക്കെ പോകുമ്പോൾ ഹസ്ബൻഡിന് അതിനോട് നല്ല എതിർപ്പുണ്ട്. പുള്ളിയുടെ കൂട്ടത്തിൽ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴത്തേക്ക് പുള്ളി എന്നോട് ബഹളം വയ്ക്കും, സാരി എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പലപ്പോഴും ഞാൻ പുള്ളിയോട് അതിനോട് ചെറുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഇഷ്ടമാണ് ഇങ്ങനെ ധരിക്കുന്നത്, എനിക്കിതാണ് കൺവീനിയൻസ് ആയിട്ട് തോന്നുന്നത്, അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ഇടപെടരുതെന്നൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് അതിനോടൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നുവെന്ന് ഒരു പരിധിവരെയൊക്കെ ബാധിച്ചേച്ച് പിന്നെ അങ്ങ് നിർത്തി. എങ്കിൽ പോലും അത് ഉള്ളിൽ ഒരു ദേഷ്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടുള്ള ചില പെരുമാറ്റങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ കുറേ കാലം പോയി. അതിനുശേഷം ഒരു ഇപ്പോൾ ഏതാണ്ട് ഒരു 5-10 വർഷക്കാലമായിട്ട് പിന്നെ ഈ ചുരിദാറിൻ്റെ ഷാളിടാതെ ഇച്ചിരി ഉയർന്ന കഴുത്തൊക്കെ ആയിട്ട് ഷാളിട്ടില്ലെങ്കിലും ഇല്ല എന്നുള്ള രീതിയിൽ പിന്നെ പൊതുവേ സമൂഹത്തിലൊരു മാറ്റം വന്നപ്പം എനിക്കും അത് വളരെ താല്പര്യമായിട്ട് തോന്നി. കാരണം ഈ ഷാളിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പം അതൊരു കൺവീനിയൻസ് ഡ്രസ്സാണെന്ന് തോന്നി. അങ്ങനെ ഷാളില്ലാതെ ഡ്രസ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. ഷാള് മാറ്റിയിട്ട് ടോപ്പുകൾ ഒന്നുകിൽ കഴുത്ത് ഉയർന്നത് അല്ലെങ്കിൽ കോളറുള്ളത് അതല്ലെന്ന് അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ കൂടുതലായിട്ട് ഷാളില്ലാതെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വീട്ടിൽ നിന്നുണ്ടായതിനേക്കാളും പുറത്ത് ചില സ്ത്രീകൾക്കത് കാണുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട്. ഒരു ദിവസം ഒരു സ്ത്രീ എന്നോട് ചോദിച്ചു, ഒരു ഷാളിട്ടുകൂടെ? ഞാൻ അവരോട് അതിന് നല്ല മറുപടി കൊടുത്തു. ഞാൻ ചോദിച്ചു, എൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇല്ലല്ലോ, എനിക്ക് അമിതമായ ശരീരമോ വൃത്തികേടായിട്ടുള്ളതോ ഇല്ലാതെ വളരെ ഡീസൻ്റായിട്ടാണ് ഞാൻ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. ഷാളില്ലെന്നും കണ്ട് പ്രത്യേകിച്ച് ഒരു ആക്ഷേപവും തോന്നത്തക്ക രീതിയിലുള്ള വസ്ത്രമൊന്നും അല്ല ധരിച്ചിരിക്കുന്നത് ഞാൻ. അപ്പം നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നത് നിങ്ങളിലെ ആ ബോധം, എന്താ പറയുക,
ആ കുലസ്ത്രീ ബോധം ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാത്തത് വരുന്നത്. എനിക്ക് ഇതാണ് സൗകര്യം, ഞാൻ ഇങ്ങനെ ഇടത്തുള്ളൂ, ഷാളിടാതെ ഇടത്തുള്ളൂ എന്ന് ഞാൻ അവരോട് തീർത്ത് പറഞ്ഞ് അവരെ അവരുടെ വായ അടപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഷാളിടാറില്ല. അപ്പം ഇതെൻ്റെ സൗകര്യമാണ്. എനിക്ക് എൻ്റേതായ ഒരു മാന്യതയുണ്ട്. എൻ്റെ വസ്ത്രം എങ്ങനെ ധരിക്കണം, ഞാനത് എത്ര വൃത്തിയായിട്ട് ധരിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ധരിക്കണം, എൻ്റെ നഗ്നത എത്ര വരെ കാണണ്ടുകൂടാ, ഇതൊക്കെ എൻ്റേതായ തീരുമാനങ്ങളാണ് എൻ്റെ വസ്ത്രങ്ങൾ. അതിനകത്ത് മറ്റൊരാൾ കൈ കടത്തേണ്ട ആവശ്യവുമില്ല, കൈ കടത്താൻ പാടുമില്ല. പക്ഷേ നമ്മുടെ ഈ സദാചാര സമൂഹം, നമ്മുടെ കുറേ കുലസ്ത്രീകളെ, കുറേ കുലപുരുഷന്മാരെ ഇവരൊക്കെ കയറി ഇടപെട്ടിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സ്ത്രീകളുടെ ജീവിതത്തിൽ. ഈ ഇടപെടലുകൾ, സ്ത്രീകളുടെ ജീവിതത്തിലുള്ള ഈ ഇടപെടലുകൾ, ഇത് വളരെ തെറ്റായ ഒരു നിലപാടാണ് സമൂഹം കാണിക്കുന്നതെന്നാണ് ഇപ്പം ഈ ടീച്ചറിൻ്റെ, പ്രധാന അധ്യാപിക നോക്കിക്കുക. അവരെ എത്രമാത്രം അപമതിപ്പാണ് അവരോട് കാണിക്കുന്നത്. അവരുടെ ഒരു ജൂനിയർ അല്ലെങ്കിൽ അവരുടെ ഒരു പിയൂണ്, അതല്ലെങ്കിൽ അവരുടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ, അവരെ എത്ര ബഹുമാനത്തോടു കൂടി ഒരു പ്രധാന അധ്യാപകയെ കാണേണ്ടതാണ്. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ സ്ത്രീവിരുദ്ധ നിലപാട് അല്ലെങ്കിൽ മനോഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് അവരുടെ ഡ്രസ്സിനെ, അതും വൃത്തിയായ ഒരു ഡ്രസ്സ്, ചുരിദാർ എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള, അതും അവർ ഷാളും ഒക്കെ ഇട്ടിട്ട് തന്നെയാണ്, അങ്ങനെ വൃത്തിയായ ഒരു ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അവർ പോകുമ്പം വന്നപ്പോൾ അവരെ സ്കൂളിൽ കയറ്റാതിരിക്കുന്നത് വലിയ ധാർഷ്ട്യവും നമ്മുടെ സമൂഹം ഒരുപാട് മാറാനുണ്ടെന്നുള്ളതിൻ്റെ സൂചനയുമാണ് വരുന്നത്. പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.